ഡോക്ടർ പ്രേംകുമാർ, ബി.ജെ.പിക്ക് പുതിയൊരു നേതൃത്വം വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും സ്വന്തമായ ഒരാൾ, അത് പണമാണെങ്കിൽ അങ്ങനെ, സാമുദായിക സവിശേഷതയാണ് എങ്കിൽ അങ്ങനെ, വിദ്യാഭ്യാസമാണെങ്കിൽ അങ്ങനെ, ആ നിലയ്ക്ക് ബി.ജെ.പി പരിഗണിക്കുന്ന ഒരാൾ പുതിയ നേതൃത്വമായി വരുമ്പോൾ അതിൻ്റെ അപകട ഭീഷണി, അപകട ഭീതി ഇടതിനുണ്ട് എന്നുള്ളതാണ് ശ്രീ വി രാജേഷ് പറയുന്നത്. അങ്ങനെ ഭീതിയോടുകൂടി കാണേണ്ടുന്ന ശക്തമായ ഒരു നേതൃത്വം ബി.ജെ.പിക്ക് സ്വന്തമായിരിക്കുന്നു എന്ന നിലയ്ക്കിടത് കാണേണ്ടതുണ്ടോ? ഈ ഒരൊറ്റ വർഷം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇന്ദ്രജാലം കാണിക്കാൻ കഴിയുന്ന ശേഷി ബി.ജെ.പിക്കും അതിൻ്റെ പുതിയ നേതൃത്വത്തിനും ഉണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? അല്ല, ഭീതിയോടെ കാണുക, ഭയക്കുക എന്നുള്ളതല്ല. കേരള രാഷ്ട്രീയത്തിലായിരുന്നാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലായിരുന്നാലും ജനാധിപത്യ ശക്തികളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഭയക്കുന്നത് സ്വാഭാവികമായിട്ടും സംഘപരിവാറിൻ്റെ ഈ തേരോട്ടം തന്നെയാണ്. നാഷണൽ ലെവലിൽ അവർ കുറച്ച് പിറകോട്ടാണെങ്കിൽ പോലും പുതിയ രീതിയിൽ എന്താ പറയുക, എം പിമാരെയും എം എൽ എമാരെയും വിലയ്ക്ക് വാങ്ങുകയും ഒക്കെ ചെയ്തിട്ട് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഭീഷണി. അതിനെ റിയലിസ്റ്റിക് ആയിട്ട് കാണുക എന്നുള്ള ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനുണ്ട്. ഇടതുപക്ഷം ആ ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി ഒന്നുമല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കളയല്ല ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും CPM-ഉം പിണറായി വിജയനും ചെയ്യാം. ഇവിടെ പക്ഷേ വി രാജേഷ് പറഞ്ഞതിൻ്റെ അകത്തുള്ളൊരു വസ്തുതാപരമായ ഒരു പെശകൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. രാജേഷ് തിരുത്തുന്നു ഞാൻ വിചാരിക്കുന്നു. 2023 ഒക്ടോബറിൽ അങ്കമാലിയിലെ സ്ഫോടനത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തൽക്കാലമില്ല, ഞങ്ങൾ വേണമെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെയുള്ള കമ്മ്യൂണൽ ഹേറ്റ്രിഡ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതിനെപ്പറ്റി അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. 2023 ഒക്ടോബറിൽ പറഞ്ഞ വീഡിയോ ആണ് ഇപ്പൊ കാണുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയാണ്. ഇടയ്ക്ക് ഞാനും ഒന്ന് സംശയിച്ചിരുന്നു, ആ പഴയതെടുത്ത് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിലാണ്. അല്ല, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്, പഴയ വീഡിയോ ആണ്. പക്ഷേ ക്ലിയർ ആയിരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഉണ്ടായ അലയൊലി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ആദ്യം തന്നെ രംഗത്തിറങ്ങിയതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്. അങ്ങനെ തരംഗം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അല്ല, രാജീവ് ചന്ദ്രശേഖരനെ ബ്രാൻഡ് ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖരനെ ഒരു ടെക്നോക്രാറ്റ് എന്നൊക്കെയുള്ള ഒരു ഇമേജിൽ നിന്ന് അയാൾ തന്നെയാണ് കമ്മ്യൂണൽ ഹേറ്റ്രിഡിന്റെ ഒരു പ്രവൃത്തിയിലൂടെ അങ്ങോട്ട് മാറിയിട്ടുള്ളത്. വേറെ ആരും ബ്രാൻഡ് ചെയ്തതല്ല, അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള റിപ്പീറ്റഡ് റെസ്പോൺസസിലൂടെ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. ഇനി അദ്ദേഹം അതിനെ എങ്ങനെ ആ ലൈനിലാണോ പോവുക, അതോ കുറച്ചുകൂടി അഡ്മിസിബിൾ ആയ രീതിയിലാണോ പോവുക എന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ രാജു പി നായരുടെ ഡയലോഗിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം കേരളത്തിലെ UDF-ഉം കോൺഗ്രസ്സുകാരും ഏത് നട്ടപ്പാരിക്ക് എന്ത് തട്ടി വിളിച്ചാലും ഇപ്പോൾ പറയുന്നത് പിണറായി വിജയൻ 3-ാം വട്ടം വരുമെന്നുള്ളതാണ്. കുറച്ച് മുമ്പാണെങ്കിൽ ഇവർ പറഞ്ഞിരുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയത് പിണറായി വിജയനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷിക്കാനാണെന്നായിരുന്നു. അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിപ്പോൾ പോയത് കൊണ്ടാവാം 3-ാം ടേം വരും എന്ന് പറയുന്നത്. അപ്പോൾ 3-ാം ടേം വരും എന്നുള്ള കാര്യം നാവിൽ ഗുളികനായിരുന്നാലും സരസ്വതി ആയിരുന്നാലും കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് സമ്മതിച്ചു കഴിഞ്ഞിട്ടുള്ള, അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. 3-ാം ടേം വരിക എന്നുള്ളത് മാത്രമല്ല LDF-ന് മുന്നിലുള്ള ഉത്തരവാദിത്തം. കേരളത്തെ ഇങ്ങനെയുള്ള ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. BJP അകറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കുമ്മനം പ്രസിഡന്റ് ആയ സീനല്ല ഇപ്പോൾ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു എന്ന ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെയും BJP-യുടെ പ്രതിനിധികൾക്കെതിരെയും CPM ഇടതുപക്ഷം നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു വിമർശനവും ആരോപണവും ഒക്കെയാണ് വ്യാജ പ്രചാരണം ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രളയവുമായി ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അത് പ്രളയമാണ്, അതിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഉള്ള അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റർ ചെയ്യുന്നു, പിന്നീട് അത് പിൻവലിക്കുന്നു എന്ന നിലയ്ക്ക്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വളരെ പ്രകടമായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാഗ്യുദ്ധത്തിലേക്ക് പോകുന്ന, വലിയ ആശയ വ്യത്യാസത്തിലേക്ക് പോകുന്ന, വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ടാകുന്ന ഒരു കാലം കാണേണ്ടതുണ്ടോ? ഞാൻ വി രാജേഷിനോട് രണ്ടാമതായി ചോദിച്ചൊരു ചോദ്യമാണ്. അതിൻ്റെ ഒരു ഇടത് വേർഷൻ കൂടി ഞാൻ തേടുകയാണ്. അല്ല മാധു, വ്യാജ പ്രചരണങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ലേ? അതായത് ഒരു വ്യാജ പ്രസ് റിലീസ് ഇറക്കിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രസ് റിലീസ് ആണെന്ന് പറഞ്ഞിട്ട് സത്യമാണെന്ന് വിചാരിച്ച് നിങ്ങൾ അടക്കം അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുത്തിരുന്നു. മീഡിയയെ വരെ പറ്റിക്കുന്ന രീതിയിൽ ഫോൾസ് പ്രൊപ്പഗാൻഡ എന്താ പറയുക BJP-യും സംഘപരിവാറും ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ നടത്തുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ടല്ലോ ക്ലാരിറ്റി വരുത്തേണ്ടത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പത്രക്കുറിപ്പ് എന്ന വാർത്തയുടെ ഭാഗമായി ഞങ്ങൾ നൽകിയിട്ടില്ല, കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അത് പിന്നീട് അത് കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ പറയുകയും ചെയ്തു, അതിനെ സാധൂകരിക്കുന്ന വാർത്ത. അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. അങ്ങേക്ക് തുടരാം.
അല്ല, കേന്ദ്രമന്ത്രി പിന്നെയാണ് പറയോ പറയാതിരിക്കോ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളെ അറിയിച്ച ഒരു കാര്യമാണ്. ഞങ്ങൾ വ്യക്തിപരമായ അറിയിപ്പം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു ചേർത്ത് പറഞ്ഞൊരു കാര്യമല്ല. ഓരോ മാധ്യമങ്ങൾക്കും പങ്കുവെച്ചു കൊടുത്ത വിവരമായിരിക്കാം. ഞങ്ങൾക്ക് കിട്ടിയ വാർത്തയിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കൊടുത്തത്. ആ വാർത്ത പിന്നീട് മന്ത്രി സ്ഥിരീകരിച്ചു. അല്ലാതെ ഇവിടെ വന്നിട്ട് ഗോയൽ പറഞ്ഞതുപോലെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല കേട്ടോ എന്ന നിലയ്ക്ക് അതിനെ ഖണ്ഡിക്കുകയല്ല പിന്നീട് ചെയ്തത്. അതിനെ സാധൂകരിക്കുന്ന പ്രസ്താവന പാർലമെന്റിൽ നടത്തുകയാണ് ഇത്. അല്ല, പിന്നെ സാധൂകരിക്കുന്ന പ്രസ്താവന നടത്തിയോ എന്നുള്ളതല്ല, അന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നുള്ള സത്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വാർത്ത എന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളോ കേന്ദ്ര സർക്കാരിന്റെ വേർഷനോ മാധ്യമ പ്രതിനിധികൾക്ക് കൊടുക്കുകയും പിന്നീട് അതിനെ അവർ ഖണ്ഡിക്കുകയും ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അത് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന നിലയ്ക്ക് ഞങ്ങൾക്കത് പറയാൻ കഴിയും. ചിരിച്ചതുകൊണ്ട് മറുപടിയാവില്ല. മധു പോട്ടെ, അത് കേന്ദ്ര സർക്കാരിൻ്റെതായിരുന്നില്ല, അനിൽ ആന്റണിയുടെ കുറിപ്പായിരുന്നു. അത് വിടാം, അത് വളരെ പച്ചവെള്ളം പോലെ സത്യമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഫോൾസ് പ്രൊപ്പഗാൻഡ എന്നുള്ള സാധനം BJPയും പരിവാറും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു വളരെ നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ നേരിടുക എന്നുള്ളത് കേരളത്തിലുള്ള ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന UDFും യഥാർത്ഥ ഇടതുപക്ഷമാണെന്ന് പറയുന്ന LDFിന്റെ ഒക്കെ ഉത്തരവാദിത്തം തന്നെയാണ് ഈ കാര്യങ്ങളെ നേരിടുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് കോൺഗ്രസ് ഇതിൻ്റെ അകത്ത് എന്താ പറയുക, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാട്. അതാണ് ഇന്നിപ്പോൾ കണ്ടിട്ടുള്ളത്. VD സതീശനെ പോലുള്ള ഒരാൾ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ, അഥവാ നിങ്ങൾ BJPയിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അഥവാ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ആത്മഹത്യ തിരഞ്ഞെടുക്കുമെന്ന് ഇന്റർവ്യൂവിൽ അന്ന് പറഞ്ഞ ആളാണ് VD സതീശൻ. അദ്ദേഹത്തിന്റെ വിളക്ക് കത്തിക്കലൊക്കെ പോട്ടെ, ഞാൻ പരാമർശിക്കുന്നില്ല. അങ്ങനെയുള്ള VD സതീശൻ പോലും എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന് BJPയുടെ ഐഡിയോളജി ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു കാരണത്തിൽ ഒരു സംഗതി ഇത്ര ലൈറ്റ് ആയിട്ട് എടുക്കുന്നത് നോക്കൂ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വളരെ ഭീതിതമായ ഒരു പ്രശ്നത്തെ എങ്ങനെ ലൈറ്റായി എടുക്കുന്നു എന്നുള്ളത്. തൃശ്ശൂർ സീറ്റ് അങ്ങനെയാണ് ഇവർ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. തൃശ്ശൂർ സീറ്റ് ചുമ്മാ താലത്തിൽ വെച്ചിട്ട് BJPക്ക് കൊടുക്കുമായിരുന്നു കോൺഗ്രസ്. ആ ഒരു അലേർട്ട്നെസ് കോൺഗ്രസ് കാണിക്കുന്നില്ല. അത് ആത്യന്തികമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ സാധ്യതകൾ തന്നെയാണ് അത് വല്ലാതെ ബാധിക്കുക എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ മൂന്നാം വട്ടം വരുമോ എന്നുള്ളതിനേക്കാൾ ഭീതിതമായി കാണേണ്ടത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലേക്ക് ഇവരെങ്ങനെ കയറുന്നു എന്നുള്ളതാണ്. അത് നമുക്കും കൺസേൺ ഉള്ള കാര്യം തന്നെയാണ്.